മറിയം ത്രേസ്യയുടെ നാമകരണ ചടങ്ങുകൾക്കായിട്ടാണ് ഇന്ന് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക സാക്ഷ്യം വഹിക്കുക. ഏകദേശം 1.5 ലക്ഷത്തോളം വരുന്ന ജനസാഗരം ഇവിടെ ഉണ്ട്. ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. 10:15 പരിശുദ്ധ പിതാവിൻ്റെ ദിവ്യബലിയോടുകൂടി ചടങ്ങുകൾ ആരംഭിക്കുക. ഇപ്പോൾ തന്നെ വലിയൊരു ജനസാഗരം ഇവിടെ സാക്ഷ്യം വഹിക്കുന്നുണ്ട്. ഏതാനും മണിക്കൂറുകൾക്കകം ചടങ്ങുകളെല്ലാം സാക്ഷ്യം തുടങ്ങും. ഇംഗ്ലണ്ടിൽ നിന്നുള്ള ചാൾസ് രാജകുമാരനും ഒരു വലിയ പാർലമെൻറ്റേറിയൻ റെപ്രസെൻറ്റേഷനും ഇവിടെ ഉണ്ടാകും. മെത്രാന്മാരുടെ പ്രദക്ഷിണമാണ് നമ്മൾ കാണുന്നത്. കാനനൈസേഷന് മുമ്പായിട്ട് മെത്രാന്മാരുടെ പ്രദക്ഷിണമാണ്. മെത്രാന്മാർ പ്രദക്ഷിണമായിട്ട് അൾത്താരയിലേക്ക് വരുവാണ്. പരിശുദ്ധ പിതാവ് വരുന്നതിന് മുൻപ് അവരെ പ്രദക്ഷിണമായിട്ട് അൾത്താരയിലേക്ക് വന്ന് കുർബാനയ്ക്കൊരുങ്ങാണ്. നമ്മുടെ സീറോ മലബാർ സഭയിലെ പിതാക്കന്മാരുടെ ഒരു ഗ്രൂപ്പാണ്. ഇപ്പോൾ അവർ ഒരുമിച്ചാണ് വരുന്നത്. 50 പേരും. സ്റ്റാർട്ട് ചെയ്യുകയാണ്. വിശുദ്ധ കുർബാന ആരംഭിക്കാനായിട്ടുള്ള പ്രൊസഷനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പരിശുദ്ധ പിതാവ് ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ പരിശുദ്ധ പിതാവ് വിശുദ്ധ കുർബാനയുമായിട്ട് വിശുദ്ധ കുർബാന സ്റ്റാർട്ട് ചെയ്യുന്നതിനായിട്ട് അതിനുള്ള പ്രദക്ഷിണമാണ് ആരംഭിച്ചിരിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ പരിശുദ്ധ പിതാവ് വിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് എത്തിച്ചേരും. ഇപ്പോൾ കർദിനാളന്മാർ വിശുദ്ധ ബലിപീഠത്തെ വന്ദിക്കുന്ന ഒരു ഇതാണ് നമ്മൾ കാണുന്നത്. Pater, postulat Santa Mater Ecclesia per Santitatem Vestram, Catalogo Santorum. പരിശുദ്ധ പിതാവിനോട് കാനനൈസേഷൻ, അതായത് 5 വിശുദ്ധരെ വാഴ്ത്തപ്പെട്ടവരെ വിശുദ്ധരാക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു ചടങ്ങാണ് കുർബാനയ്ക്ക് മുമ്പ് കാണുന്നത്. പോസ്റ്റ്ലേറ്റർമാരാണ് ഇവിടെ നിൽക്കുന്ന 5 വൈദികരും സന്യാസികളും. അവർക്ക് വേണ്ടി മാധ്യസ്ഥം ചോദിക്കുകയാണ് പരിശുദ്ധ പിതാവിനോട്. Il beato John Henry Newman nacque a Londra il 21 aprile 1801. Divenne ministro della Chiesa anglicana e nell'ambito dell'attività universitaria fondò il movimento di Oxford. Dopo attenta riflessione e approfonditi studi sulle origini del cristianesimo